എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ അരുണ. നൂറ വാ തുറക്കുന്നില്ല എന്നുള്ളതായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ പരാതി. നൂറ വാ തുറന്നു കഴിഞ്ഞപ്പോൾ ആർക്കും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനായി. നൂറയുടെ മുന്നിൽ ആർക്കും തന്നെ നൂറയെ ചേർത്ത് നിൽക്കാനുള്ള ഒരു കെൽപ്പില്ലാതായി എന്ന് തന്നെ നമുക്ക് പറയാം. ലൈവിൽ എല്ലാവരും കണ്ടതാണ്. റെനയെയും നെവിനെയും നൂറ തേച്ചൊട്ടിക്കുവാണ്. റെന ഫാത്തിമ അവിടെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന റെന ഫാത്തിമ അവസാനം കരഞ്ഞ് നൂറയുടെ കാല് പിടിക്കുന്ന ഒരു സീനാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ളതിൽ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെയാണ് നമ്മുടെ നൂറ. ആദിലയും സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെയാണ്. പക്ഷെ ആദില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് തഗ് ഡയലോഗിലൂടെ പോയിന്റ്സുകളായിട്ടാണ് അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടും ആദിലേക്കാട്ടിലും ഒരു പടി മുന്നിലാണ് നമ്മുടെ നൂറ എന്ന് പറയാം. അതുകൊണ്ടാണല്ലോ അവിടുത്തെ ബിഗ് ബോസ് വീട്ടിലെ തന്നെ ഒരു വലിയ ഗ്യാങ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന നമ്മുടെ അക്ബറിന്റെ ഗ്യാങ്ങിനെ ഒന്ന് മുട്ടുകുത്തിക്കാൻ നമ്മുടെ നൂറയ്ക്ക്, അല്ലെങ്കിൽ ഒന്ന് വിറപ്പിക്കാൻ നമ്മുടെ നൂറയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ രീതിയിൽ ഇവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർ തന്നെയാവും കപ്പെടുക്കാൻ ചാൻസ് ഉള്ളത് എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ടോപ്പ് 5 ഇവർ എത്താൻ ചാൻസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.